നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ മനുഷ്യനല്ല. ഓണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാനവികനല്ല. ക്രിസ്തുമസിൽ പങ്കെടുത്തില്ലെങ്കിൽ മാനവികനല്ല. ഇതൊക്കെ മനുഷ്യന്റെ ആഘോഷമായി മാറിപ്പോയത്. എന്റെ റിലീജിയസ് ബൗണ്ടറിയെ സൂക്ഷിക്കുക എന്ന് പറയുന്നതും ആ ബൗണ്ടറി സൂക്ഷിക്കുക എന്ന് പറയുന്നത്, ആ അതിരുകളെ മാനിക്കുക എന്ന് പറയുന്നത്, അത് ഹ്യൂമൻ ഹോസ്റ്റിലിറ്റി ആകൂല എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള ക്രോധാകൂല. എല്ലാ അസ്തിത്വങ്ങൾക്കും അതിൻ്റെതായ ബൗണ്ടറികളും അതിരുകളും ഉണ്ട്. എല്ലാ അസ്തിത്വങ്ങളും ഒരു അസ്തിത്വം രൂപപ്പെടുന്നത് തന്നെ ബൗണ്ടറിയാലാണ്. അതുകൊണ്ടാണല്ലോ ഹദ് എന്ന് പറയുന്നത് തന്നെ. ഒരു സംഗതിയുടെ ഹദ് എന്ന് പറയുന്നത് അതിന്റെ അതിരാണ്. അതിര് വരുമ്പോഴേ സാധനം വരൂ. മതമായിരുന്നാലും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഇന്ത്യ എന്ന് പറഞ്ഞ അസ്തിത്വമായിരുന്നാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ അസ്തിത്വമായിരുന്നാലും അതിര് വരുമ്പോഴാണ് ഇതുണ്ടാകുക. അപ്പൊ ഒരു ഐഡിയോളജിയുടെ അതിര് പാലിക്കുക എന്ന് പറയുന്നത് ആ അതിനകത്തേക്ക് മറ്റൊരാൾ കടക്കാതെ സൂക്ഷിക്കുന്നതും അതിൽ പെടാത്ത ഒരാൾ കടക്കാതെ സൂക്ഷിക്കുന്നതും, നമ്മുടേതല്ലാത്ത അതിരുകളിലേക്ക് നമ്മൾ കടന്നു പോയാൽ നമ്മുടെ ഐഡിയോളജി തകരും എന്നുള്ളിടത്ത് നമ്മൾ പോകാതിരിക്കലും ആ ഐഡിയോളജിയുടെ ബൗണ്ടറി സൂക്ഷിക്കലാണ്. ഇത് മതത്തിന്റെ കാര്യത്തിലാകുമ്പോൾ അമാനവിക ആകെ, രാഷ്ട്രീയക്കാരന്റെ കാര്യത്തിലാകുമ്പോൾ അവിടെ കൈ വെട്ടിയാലും കാല് വെട്ടിയാലും ഒക്കെ മാനവികമാണ്. അവിടെ എത്ര ബോംബിട്ടാലും മാനവികമാണ്. ഡിവൈഎഫ്ഐക്കാരന്റെ കൊടിമരത്തില് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കൊടി കയറ്റി കെട്ടിയാൽ നടക്കും. അവൻ പോസ്റ്റർ ഒട്ടിച്ചെടുത്ത് മറ്റൊരു പോസ്റ്റർ ഒട്ടിച്ച് അവിടെ നടക്കുമോ? അവിടെ അവർക്ക് അതിരുകൾ സൂക്ഷിക്കണമല്ലോ. എന്നാൽ പിന്നെ ഇസ്ലാമികമായ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന മതപരമായ മറ്റൊരു ബൗണ്ടറിക്ക് അകത്തുള്ളതാണ് ഓണം. ഇത് തമ്മിൽ കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ മനസ്സിലാകാത്തത്? അതിനെന്താണ് അമാനവികം എന്ന് ചിത്രീകരിക്കുന്നത്? നിങ്ങൾക്ക് അത് മനസ്സിലാവുമെങ്കിൽ ഇത് മനസ്സിലാകണ്ടേ? അവിടെ നിങ്ങൾ ചോര കൊടുത്തും സംരക്ഷിക്കും, അല്ലെ? കാല് വെട്ടിയും സംരക്ഷിക്കും. കശാപ്പ് മുട്ടിയിലെ ഇരയെ പോലെ ആടിനെ പോലെ അറുത്ത് നിങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കൂടുന്നില്ല എന്നല്ലേ പറഞ്ഞോളൂ.